യുദ്ധം തുടങ്ങിയ 6-ാം നാൾ ഇന്നലത്തോടുകൂടി യുദ്ധം തീർന്നു. അതായത് ഇറാൻ ശക്തിയെല്ലാം ക്ഷയിച്ചു. ഇറാന്റെ കയ്യിലുള്ള എല്ലാ മിസൈലുകളും തീർന്നു. ഇനി ഇസ്രായേലിന്റെ കളികളാണ്, അല്ലെങ്കിൽ അമേരിക്ക ഇസ്രായേൽ കൂടി ഇറാൻ എന്ന രാജ്യത്തിനെ ഇല്ലാണ്ടാക്കാൻ പോകുകയാണ് എന്ന് വിചാരിച്ചിട്ട് പോസ്റ്റുകളും കമന്റുകളും വീഡിയോസും ഇട്ട ഒരുപാട് ആൾക്കാരെ നമ്മൾ ഇന്നലെ കണ്ടിരുന്നു. അതിനൊക്കെ വിപരീതമായിട്ട് ഇന്ന് രാവിലെ തന്നെ ഇസ്രായേലിൽ അവർക്ക് ഈ കഴിഞ്ഞ 6 ദിവസത്തിൽ കിട്ടുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയാണ് ഇന്ന് രാവിലെ ഇസ്രായേലിൽ നമ്മൾ കണ്ടത്. വിട്ട ഒരു 25-30ഓളം ബാലിസ്റ്റിക് മിസൈൽസ്, അതിൽ 5 ഈ പറഞ്ഞ ഇസ്രായേലിന്റെ തെല്ലവീവിന്റെ സദേൺ പാർട്ടിൽ വീഴുകയും അവിടുത്തെ 1-2 ഹോസ്പിറ്റൽസിൽ അത് എഫക്ട് ചെയ്യും. ഹോസ്പിറ്റൽ ഭാഗികമായി തകർന്ന് കളഞ്ഞിട്ടുണ്ട്. അപ്പം ഇന്ന് ഈ ഒരു വാർത്ത കണ്ട്, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലോട്ട് ഇസ്രായേൽ എത്തിയ സമയത്ത് നമ്മുടെ ബെഞ്ചമിൻ നെതന്യാഹു വന്നിട്ട് ഒരു പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്. അതായത് ഇറാൻ കാണിച്ചത് ഹോസ്പിറ്റലിനെതിരെ ഇറാന്റെ ഈ ഒരു പ്രഹരം എന്ന് പറഞ്ഞത് അത് യുദ്ധനീതിക്കെതിരെയാണ്, അല്ലെങ്കിൽ അതൊരു യുദ്ധ കുറ്റമാണെന്നാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, പറഞ്ഞത് ആരാണെന്നല്ലേ? അതെ, നെതന്യാഹു ആണ് പറഞ്ഞത്. കഴിഞ്ഞ 23 മാസങ്ങളായിട്ട് ഗാസയിൽ ഒരു ഹോസ്പിറ്റൽ പോലും ഇല്ലാണ്ട് തകർത്തെറിഞ്ഞ്, അല്ലെങ്കിൽ ഒരു സ്കൂൾ പോലും, ഒരു ഹോസ്പിറ്റൽ പോലും, ഒരു അഭയാർത്ഥി ഷെൽട്ടേഴ്സ് പോലും ബോംബിട്ട് തകർത്ത് 17,000-ഓളം പിള്ളേരെ, കൊച്ചു പിള്ളേരെ വരെ കൊന്നൊടുക്കിയിട്ടുള്ള ചെകുത്താനായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു ആണ് പറയുന്നത് തൻ്റെ സ്വന്തം രാജ്യത്ത് അയൺ ഡോമിനെ വെറും നോക്കുകുത്തിയായിട്ട് അതിൻ്റെ ഇടയിലൂടെ ഒരു മിസൈൽ വന്നിട്ട് ഈ ഒരു ഹോസ്പിറ്റലിൻ്റെ ഭാഗികമായിട്ടുള്ള സ്ഥലങ്ങൾ തകർത്ത് അവിടെ ഒരു 10-40 കാഷ്വാലിറ്റീസ് ഉണ്ടാക്കിയ സമയത്ത് നെതന്യാഹുവിന് തോന്നി അതൊരു യുദ്ധ കുറ്റമാണെന്ന്. ഗാസയിൽ ഈ പറഞ്ഞ നെതന്യാഹു ഇടുന്ന ഓരോ ബോംബിനും ഈ രാജ്യത്ത്, അല്ലെങ്കിൽ നമ്മുടെ ലോകത്തുള്ള പല രാജ്യങ്ങളും, പല UN അടക്കമുള്ള പല മനുഷ്യാവകാശ സംഘടനകളും നിങ്ങൾ ചെയ്യുന്നത് കുറ്റമാണ്, നിങ്ങൾ ചെയ്യുന്ന യുദ്ധനീതിയല്ല, യുദ്ധ കുറ്റമാണെന്ന് ബാക്ക് ടു ബാക്ക് സംസാരിച്ചപ്പം അതൊന്നും കേൾക്കാണ്ട് ചെവി കൊള്ളാണ്ടിരുന്ന നെതന്യാഹുവിന് സ്വന്തം നാട്ടിലൊരു ഹോസ്പിറ്റലിൽ ഈ ഒരു അവസ്ഥ വന്നപ്പം അതൊരു യുദ്ധ കുറ്റമായി തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ചോദിച്ചു വന്നിട്ടില്ല, അല്ലെങ്കിൽ ചോദിച്ച് വാങ്ങിച്ചിട്ടുള്ള ഒരു കർമ്മ മാത്രമാണ്. ഒരിക്കലും ആ യുദ്ധം ചെയ്ത്, ഏതൊരു യുദ്ധം ചെയ്ത് കഴിഞ്ഞാലും അത് എഫക്ട് ചെയ്യാൻ പോകുന്നത് ഈ പറഞ്ഞ പാവപ്പെട്ട ആളുകൾ തന്നെ, അല്ലെങ്കിൽ നെതന്യാഹുവിനോ അല്ലെങ്കിൽ ഖമേലിക്കോ എന്നൊന്നുമല്ല. നഷ്ടപ്പെടാൻ പോകുന്നത് ആ നാട്ടിലെ സാധാരണ ആൾക്കാർക്ക് തന്നെയാണ്. അത് നെതന്യാഹു ഇത്രയും കാലം തനിക്ക്, അതായത് എന്താ പറയുക, ഈ ഒരു കവചമുണ്ട്, അയൺ ഡോം എന്ന കവചമുണ്ട്, എൻ്റെ നാട്ടിലോട്ട് ഒരു ഈച്ച പോലും വരണമെങ്കിൽ അത് ഞാൻ ആലോചിക്കണം, അല്ലെങ്കിൽ ഞാൻ തീരുമാനിക്കണം എന്നുള്ള ആ ഒരു ധാർഷ്ട്യം കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇസ്രായേൽ ഇത്രയും കാലം പിടിച്ചെന്നത് ആ ഒരു ഭൂമിൻ്റെ പേരിൽ മാത്രമായിരുന്നു. അതിനെ തകർക്കാൻ പറ്റുന്ന മിസൈൽസ് ഇറാന്റെ കയ്യിലുണ്ട്, അല്ലെ അതിന്റെ നെക്സ്റ്റ് ലെവലിലോട്ട് പലതും അവരുടെ കയ്യിലുണ്ട് എന്നുള്ള പൂർണ്ണ ബോധ്യം ഇന്ന് ഈ പറഞ്ഞ നെതന്യാഹുവിന് തോന്നിയിട്ടുണ്ട്. അതിലൊരു കുറ്റം പറയാനില്ല. പക്ഷേ ഇതുകൊണ്ട്, ഈ യുദ്ധം കൊണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഹോസ്പിറ്റലിലും മറ്റ് ഇറാനിലും മറ്റ് ടെലവീവിന്റെ പല ഭാഗത്തും ഇതുകൊണ്ട് നാശം വിതയ്ക്കുമ്പോൾ അത് എഫക്ട് ചെയ്യുന്നത് അവിടുത്തെ സാധാരണ, അല്ലെങ്കിൽ ചിലപ്പോൾ യുദ്ധം വേണ്ട, യുദ്ധം പാടില്ല, ഇങ്ങനത്തെ ഒരു വംശഹത്യ കാര്യങ്ങളൊന്നും എവിടെ ഉണ്ടാവരുത് എന്ന് പറയുന്ന സാധാരണപ്പെട്ട ആൾക്കാരുടെ കയ്യിലോട്ടായിരിക്കും. ഇന്ന് രാവിലെ തന്നെ നമ്മൾ കണ്ടു, ഒരുപാട് വീഡിയോസും ഒരുപാട് ഫോട്ടോസും കണ്ടു. സൊറോക്ക ഹോസ്പിറ്റലിൻ്റെ പല ഭാഗങ്ങളും അവിടെ തകർന്നതും, അവിടുന്ന് രോഗികളും മറ്റ് നഴ്സുമാരും അതുപോലെ ഡോക്ടേഴ്സും ഒക്കെ നിലവിളിച്ച് ഓടുന്നൊക്കെ വീഡിയോസും അല്ലെങ്കിൽ പല ഫോട്ടോസും നമ്മളിന്ന് കാണുന്നുണ്ടായി. അതിൻ്റെ കൂടെ തന്നെ ഇന്നലെ തന്നെ ഈ പറഞ്ഞ സൊറോക്കോ ഹോസ്പിറ്റൽ അവരുടെ ഒരു നയതന്ത്ര ഓഫീസിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അതിനായിരിക്കണം ലക്ഷ്യം വെച്ചത് ഇറാൻ. കാരണം ഇറാൻ്റെ പല നയതന്ത്ര കാര്യാലയത്തിനൊക്കെതിരെ ഇന്നലെ ഭയങ്കരമായിട്ട് ബോംബിംഗ് നടന്നു. അവരുടെ പല സൈനിക താവളങ്ങളും, അല്ലെങ്കിൽ അവരുടെ പല സൈനിക മേധാവികളെയും കൊന്നൊടുക്കി. അതുകൊണ്ട് തന്നെ അതിനൊരു തിരിച്ചടി ആയിരിക്കണം ഈ ഒരു ബോംബിങ്ങും. അത് അവിടേക്കല്ല, അതിൻ്റെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റലിൽ വന്ന് പതിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു 1-2 നഴ്സറി സ്കൂളുകൾക്ക് അത് പതിച്ചിട്ടുണ്ട്. അവിടുത്തെ 2-3 പിള്ളേർക്കും സാരമായിട്ട് തന്നെ പരിക്കുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പല ഇന്റർനാഷണൽ ചാനലിലും കണ്ട്. നമ്മുടെ നാട്ടിലെ ചാനലുകളല്ല കേട്ടോ ഞാൻ പറയുന്നത്, പല ഇന്റർനാഷണൽ ചാനലുകളിലും വളരെ വ്യക്തമായിട്ട് അതിൻ്റെ പല ഫോട്ടോസും പല വീഡിയോസും സ്ക്രോൾ ചെയ്ത് പോകുന്നത് കണ്ടു. അപ്പം ഇത്രയൊക്കെ പായിട്ടും ഇനിയും നെതന്യാഹുവിന് ഇങ്ങനെ ഒരു കാര്യം തോന്നി, ഇതൊരു യുദ്ധ കുറ്റമാണ് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് താനായിട്ട് വരുത്തി വെച്ചിട്ടില്ല. താൻ കർമ്മ, അല്ലെങ്കിൽ നമ്മളൊരു ചെയ്തു കഴിഞ്ഞാൽ കർമ്മ എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അത് ഒന്നല്ലെങ്കിലും ചെറുതായിട്ടെങ്കിലും, അതായത് അമേരിക്കൻ്റെ കംപ്ലീറ്റ് സപ്പോർട്ടുള്ള, അമേരിക്ക അറിഞ്ഞുകൊണ്ട് അമേരിക്ക കൂടെ നിന്ന് ഇങ്ങനെ ഒരു ഇറാൻ പണ്ട് ഇറാഖിനെ തകർത്ത പോലെ, അതുപോലെ പല ലോകരാജ്യങ്ങളെയും അമേരിക്ക തകർത്ത പോലെ പല ആളുകളെ വെച്ചിട്ട് തകർക്കുന്ന ഒരു പ്രത്യേക തരം അമേരിക്കയുടെ ഒരു എന്താ പറയുക സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ ഇറാൻ്റെ കാര്യത്തിലും കണ്ടത്. അമേരിക്ക നേരിട്ട് ഇറങ്ങാണ്ട് ഇസ്രായേലിനെ വെച്ചിട്ട് ആ ഒരു യുദ്ധം അവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇറാനെ തകർക്കാം, വളരെ ഈസി ആയിട്ട് തകർക്കാം എന്ന് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും മനസ്സുകൊണ്ട് വിചാരിച്ചു. പക്ഷേ അവർക്ക് അത്ര എളുപ്പത്തിൽ തകർക്കാൻ പറ്റുന്ന ഒരു ശക്തി ആയിരുന്നില്ല ഇറാൻ എന്ന് അവർക്ക് ഇപ്പം വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. ഇന്നലത്തോടു കൂടി അമേരിക്ക ഇതിലോട്ട് കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആവും നമ്മൾ വിചാരിച്ചു. പക്ഷേ ഡയറക്റ്റ് ഇൻവോൾവ് ആവാൻ അമേരിക്ക ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം അമേരിക്കയുടെ ഇഷ്യൂ അല്ലത്, അത് ട്രംപിൻ്റെ പ്രശ്നമാണ്. ട്രംപിൻ്റെ ബിസിനസ് ഈ പറഞ്ഞ മിഡിൽ ഈസ്റ്റ് കൺട്രീസിൽ ഇങ്ങനെ വ്യാപിച്ച് കിടക്കുന്നതുകൊണ്ട് തന്നെ ട്രംപിന് നേരിട്ട് ഇതിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ട്രംപിൻ്റെ ബിസിനസ്സിനെയാണ് അത് ബാധിക്കാൻ പോകുന്നത്. ട്രംപിന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഉണ്ണാക്കി കാര്യം പേടിപ്പിക്കുക എന്ന് പറഞ്ഞ പോലെ, ഞാനിപ്പം ബോംബിടും, ഞാനിപ്പോൾ യുദ്ധം ചെയ്യും, ഞാനിപ്പോൾ മിസൈൽ വിടുന്നു പറഞ്ഞ് പേടിപ്പിച്ച് എങ്ങനെയെങ്കിലും ഇറാനെ ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറ്റണം. അതുപോലെ തന്നെ ആണവ കരാറിന്
ആണവ കരാറിൽ ഒപ്പിടിപ്പിച്ച് ഇറാനെ ഒരു അല്ലെങ്കിൽ പാവ സർക്കാരായിട്ട് ഖമേലിനൊക്കെ മാറ്റിയിട്ട് ഒരു പാവ സർക്കാരിനെ പോലെ അമേരിക്കക്കും ഇസ്രായേലിനും തള്ളി കളിക്കാൻ പറ്റുന്ന ഒരു സർക്കാരിനെ അവിടെ ഉണ്ടാക്കാനുള്ള സകലമായ പരിപാടികളും അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ. ഇറാഖിനെ ഇല്ലാണ്ടാക്കിയ പോലെ, മറ്റു പല രാജ്യങ്ങളെ ഇല്ലാണ്ടാക്കിയ പോലെ തന്നെ. അതിനൊരിക്കലും ഇറാൻ വഴങ്ങില്ല, കൂട്ടുനിൽക്കില്ല എന്ന് ഇപ്പം അവർക്കൊരു ബോധ്യം വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ നമ്മുടെ ആണവ കരാറിൽ ഒപ്പിടാണ്ട് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയിലെ അവരുടെ പ്രോട്ടോകോൾ പറഞ്ഞിട്ട് അതിൽ ഒപ്പിടാണ്ട് ഇറാൻ നിൽക്കുന്നുണ്ടെങ്കിൽ, അതേ ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ഒരു കാര്യത്തിലും ഒപ്പിടാണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്നും പറഞ്ഞ് നടക്കുന്ന 90ഓളം ആണവായുധങ്ങൾ കയ്യിൽ വെച്ചിട്ടുള്ള ഇസ്രായേലാണ് ഇങ്ങോട്ട് തിരിച്ച് ഇറാനെ യുദ്ധം ചെയ്യുന്നത്. അതായത് 2 കാലിലും മന്തുള്ളവനാണ് ഒരു വിരലിലും മന്തുള്ള ഈ പറഞ്ഞ ഇറാനെതിരെ യുദ്ധം ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അത് മനസ്സിലാക്കാത്തതാണ് നമ്മുടെ നാട്ടിലെ പല രാജ്യങ്ങളും, മറ്റു പല അമേരിക്കനെ പേടിച്ച് ഇസ്രായേലിനെ പേടിച്ച് തൂറി ആസനം നക്കി ജീവിക്കുന്ന പല രാജ്യങ്ങളും, സ്പെഷ്യലി നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലെ സംഖ്യവാണങ്ങളും ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ വാണങ്ങൾക്ക് അറിയാത്തൊരു സത്യം, അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാത്ത പോലെ നിൽക്കുന്ന വർഗീയത, അതായത് ഒരു ഇസ്ലാമിക് കൺട്രിയാണ് അല്ലെങ്കിൽ മുസ്ലിം രാജ്യമാണ് എന്നുള്ളത് കൊണ്ട് വർഗീയത മൂത്ത് ഇപ്പോഴും ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന വിവരം കെട്ടന്മാർക്ക് അറിയില്ല ഇന്ത്യ ഇറാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബന്ധം എത്രത്തോളം നല്ലതാണ്, എത്രത്തോളം ഊഷ്മളമാണ് എന്നുള്ളത്. ഒരു കാലത്തും ഇന്ത്യ ചെയ്യുന്ന ഒരു തീരുമാനത്തിൽ അല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ അല്ലെങ്കിൽ ഒരു പ്രസ്താവനയും പറയാത്ത രാജ്യമാണ് ഇറാൻ. മാക്സിമം ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യും എന്നുള്ള രാജ്യമാണ് ഇറാൻ. ഈ പറഞ്ഞ ഇറാനിൽ തന്നെ ഒരു പോർട്ട് പോലും ഇന്ത്യ ഹാൻഡിൽ ചെയ്യുന്ന പോർട്ടുള്ള രാജ്യമാണ് ഇറാൻ. അതുപോലെ തന്നെ ഇന്ത്യയുടെ പല നയതന്ത്ര ബന്ധങ്ങളുമായിട്ട് നല്ല നല്ല ബന്ധം പുലർത്തുന്ന രാജ്യമാണ് ഇറാൻ. ഇതൊന്നും അറിയില്ല നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങൾക്ക്. എന്താണെങ്കിലും ഇസ്രായേൽ കഴിഞ്ഞ 7 ദിവസത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അടി തന്നെയാണ് ഇന്ന് ഇറാന്റെ സൈഡിൽ നിന്ന് ഇസ്രായേലിന് കിട്ടിയത്. ഇനി അതിനെതിരെ ഇസ്രായേൽ ചിലപ്പം ഇവിടെ വന്നിട്ട് ഇറാന്റെ പല ഭാഗങ്ങളും തകർക്കാം, പല ആളുകളെയും കൊല്ലാം, എല്ലാം ചെയ്യാം. അത് അവർ ചെയ്യും തന്നെ നമുക്കറിയാം, ചെയ്തിരിക്കും. എന്താണെങ്കിലും നിങ്ങൾക്ക് കൊന്നു തീർക്കുന്നതിന് അതിരുണ്ടാവും. ഇത് ഇറാനാണ്, ഇത് ഗസ അല്ല, ഇത് പലസ്തീനല്ല. അത് ഓർത്താൻ നന്ന്.